നിതിൻ നബീൻ്റെ ടീമിലെ എല്ലാവരുടെയും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനൊക്കെ വ്യക്തമാക്കാൻ നിന്നാൽ ഈ വീഡിയോ വളരെ നീണ്ടുപോകും. എന്നാലും വളരെ പ്രധാനപ്പെട്ട ചില ആളുകളെ പരാമർശിക്കപ്പെടേണ്ടതുണ്ട്. സതീഷ് പൂനിയ BJPയുടെ നാഷണൽ ജനറൽ സെക്രട്ടറി ആയിട്ട് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് എലിവേറ്റ് ചെയ്ത രാജസ്ഥാനിൽ നിന്നുള്ള പ്രമുഖ നേതാവാണ്. വളരെ മികച്ച രീതിയിൽ ഡൈനാമിക് ആയിട്ടുള്ള ഒരു ലീഡറാണ്. സതീഷ് പൂനിയ PhD നേടിയത് ജോഗ്രഫിയിലാണ്. ജോഗ്രഫിയിൽ ഡോക്ടറേറ്റ് ഉള്ള വ്യക്തിത്വം കൂടിയാണ് സതീഷ് പൂനിയ. മറ്റൊരാൾ മന്നാലാൽ റാവത്താണ്. BJPയുടെ ഷെഡ്യൂൾഡ് ട്രൈബ് മോർച്ച ST മോർച്ചയുടെ ദേശീയ പ്രസിഡന്റാണ്. ട്രൈബൽ സ്റ്റഡീസിലാണ് മന്നാലാൽ റാവത്ത് PhD നേടിയത്. മറ്റൊരാൾ നിങ്ങൾക്കറിയാം, സന്ദീപ് പഥക്. ആം ആദ്മി പാർട്ടിയിൽ നിന്ന് അടുത്ത കാലത്ത് BJPയിൽ എത്തിയ യങ് ആയിട്ടുള്ള ഡൈനാമിക് ആയിട്ടുള്ള ലീഡർ, മികച്ച ഓർഗനൈസറാണ്. പഞ്ചാബിലെ AAPയുടെ വിജയത്തിന് ചുക്കാൻ പിടിച്ച വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അദ്ദേഹം ഇപ്പോൾ നാഷണൽ സെക്രട്ടറിയാണ് BJPയുടെ. അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽ സയൻസിൽ PhD ആണ്. കെമിക്കൽ സയൻസിൽ ഡോക്ടറേറ്റ് നേടിയ വ്യക്തിത്വമാണ്. ഒരു ടെക്നോക്രാറ്റാണ് ഈ പറയുന്ന സന്ദീപ് പഥക്. മറ്റൊരാൾ സ്വദേശ് സിംഗ് ആണ്. സ്വദേശ് സിംഗ് നാഷണൽ സെക്രട്ടറിയാണ് BJPയുടേത്. JNUവിൽ നിന്ന് മീഡിയ സ്റ്റഡീസിൽ ഡോക്ടറേറ്റ് നേടിയ ആളാണ് സ്വദേശ് സിംഗ്. മികച്ച രീതിയിലുള്ള പ്രഭാഷകനൊക്കെയാണ്, വാഗ്മിയാണ്, അതുകൂടാതെ തന്നെ ഒരു ടെക്നോക്രാറ്റാണ്. പിന്നെ വരുന്ന ഒരാൾ യുവമോർച്ചയുടെ ദേശീയ അധ്യക്ഷനാണ് ഹേമാങ് ജോഷി. ഹേമാങ് ജോഷി ലീഡർഷിപ്പിൽ PhD നേടിയ ഒരു വ്യക്തിയാണ്. 35 വയസ്സ് മാത്രമുള്ള ഒരു യുവ ലീഡറാണ്. ഗുജറാത്തിൽ വമ്പൻ ഭൂരിപക്ഷത്തിന് വഡോദരയിൽ നിന്ന് ജയിച്ചിട്ടുള്ള ഒരു MP കൂടിയാണ് ഹേമാങ് ജോഷി. ഇത് കൊണ്ടൊന്നും അവസാനിക്കില്ല ലിസ്റ്റ്. ബൈജയന്ത് പാണ്ഡ എന്ന് പറയുന്ന BJPയുടെ ദേശീയ വൈസ് പ്രസിഡന്റ്. അദ്ദേഹം ആണെങ്കിൽ ഡബിൾ ഡിഗ്രി മിഷിഗൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നേടിയ വ്യക്തിയാണ്. എഞ്ചിനീയറിങ്ങിലും അതുകൂടാതെ തന്നെ കമ്മ്യൂണിക്കേഷനിലും അദ്ദേഹത്തിന് ഡിഗ്രി ഉണ്ട്. വളരെ എമിനൻ്റ് ആയിട്ടുള്ള ഒരു ടെക്നോക്രാറ്റാണ്. ഇത് മാത്രമല്ല, ഒരുപാട് പേരുണ്ട്. ലിസ്റ്റ് ഇങ്ങനെ നീണ്ട് പോകും എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ആൾ നമ്മുടെ അനിൽ ആൻ്റണിയാണ്. അനിൽ ആൻ്റണി സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി, അമേരിക്കയിലെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MS നേടിയ ഒരു വ്യക്തിയാണ്. പിന്നെ ഈ BJPയുടെ നിലവിലെ ട്രഷറർ കേന്ദ്രമന്ത്രിയായുള്ള പീയൂഷ് ഗോയൽ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. രാജ്യത്തെ തന്നെ ഏറ്റവും പ്രമുഖനായുള്ള അറിയപ്പെടുന്ന ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ് പീയൂഷ് ഗോയൽ. അപ്പം ഈ ലിസ്റ്റ് ഇങ്ങനെ നീണ്ടുപോവുകയാണ്. അപ്പോൾ എല്ലാ മേഖലയിലും ഈ രീതിയിൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനുള്ള വളരെ എമിനൻ്റ് ആയിട്ടുള്ള വിവിധ മേഖലയിൽ മാനേജ്മെൻറ്റ് വിദഗ്ധർ, പ്രൊഫസേഴ്സ്, ടെക്നോക്രാറ്റ്സ്, ഡോക്ടേഴ്സ് ഇവരൊക്കെ ചേരുന്നതാണ് BJPയുടെ നാഷണൽ ഓഫീസ് ബെയറേഴ്സ് എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ.